നമസ്കാരം. ഡീപ് ഫോക്കസ് തുടങ്ങുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇടത്തരം വിമാനങ്ങൾ സർവീസ് നടത്താനുള്ള വിദേശ വിമാന കമ്പനികളുടെ തീരുമാനത്തെ വ്യോമയാന മന്ത്രാലയം അവഗണിച്ചതിന്റെ രേഖകൾ പുറത്തായി. റൺവേ നവീകരണ സമയത്ത് വലിയ വിമാനങ്ങൾക്ക് പകരം ഇടത്തരം വിമാനങ്ങൾ സർവീസ് നടത്താൻ തയ്യാറാണെന്ന് കാണിച്ച് വിമാന കമ്പനികൾ അയച്ച കത്തുകളാണ് ഇപ്പോൾ പുറത്തുവന്നത്. റൺവേ നവീകരണത്തിന്റെ പേരിൽ പ്രമുഖ വിമാന കമ്പനികൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഇപ്പോൾ സർവീസ് നടത്തുന്നില്ല. ഇടത്തരം വിമാനങ്ങൾ സർവീസ് നടത്താൻ വിദേശ കമ്പനികൾ തയ്യാറാകാത്തതുകൊണ്ടാണ് ഇത് എന്നായിരുന്നു എയർപോർട്ട് അതോറിറ്റിയുടെ വാദം. ഇത് കള്ളമാണെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവന്ന രേഖകൾ. റൺവേ നവീകരണ സമയത്ത് ഇടത്തരം വിമാനങ്ങൾ കരിപ്പൂരിൽ നിന്ന് സർവീസ് നടത്താൻ തയ്യാറാണെന്ന് കാണിച്ച് എയർപോർട്ട് അതോറിറ്റിക്ക് എമിറേറ്റ്സ് അയച്ച കത്താണിത്. A330 എയർക്രാഫ്റ്റ് വിഭാഗത്തിൽപ്പെട്ട വിമാനം റൺവേ നവീകരണ സമയത്ത് സർവീസ് നടത്താൻ തങ്ങൾ തയ്യാറാണെന്ന് ഈ കത്തിൽ പറയുന്നു. എമിറേറ്റ്സിന്റെ വിദഗ്ധ സംഘം കരിപ്പൂരിൽ വന്ന് പരിശോധിച്ച ശേഷമാണ് എമിറേറ്റ്സ് ഈ കത്തയക്കുന്നത്. സൗദി എയർലൈൻസും ഖത്തർ എയർവേസും ഇതേ ആവശ്യം ഉന്നയിച്ച് എയർപോർട്ട് അതോറിറ്റിക്ക് കത്തയച്ചിരുന്നു. ഈ കത്തിനും മറുപടി നൽകാതെ അധികൃതർ പൂഴ്ത്തിവെച്ചു. 343 പേർക്ക് യാത്ര ചെയ്യാവുന്നതാണ് ഈ വിമാന കമ്പനികൾ നിർദ്ദേശിക്കുന്ന ഇടത്തരം വിമാനങ്ങൾ. ഇത് അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഹജ്ജ് ക്യാമ്പ് കൊച്ചിയിലേക്ക് മാറ്റേണ്ടി വരില്ലായിരുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിന് ചിറകരിയാൻ ചിലർ ബോധപൂർവം ശ്രമിക്കുന്നു എന്ന ആരോപണത്തിന് ബലമേകുന്നതാണ് ഇപ്പോൾ പുറത്തുവന്ന വിവരങ്ങൾ. മീഡിയ 1 കോഴിക്കോട്. മലബാർ ഡെവലപ്മെന്റ് ഫോറം പ്രസിഡന്റ് സി ചാക്കുണ്ണി കോഴിക്കോട് സ്റ്റുഡിയോയിൽ, PS ശ്രീധരൻപിള്ള BJP നേതാവ്, അതുപോലെ MA ഷാനവാസ് MP എന്നിവരെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ചാക്കുണ്ണിയിലേക്ക്. ശ്രീ ചാക്കുണ്ണി, മുൻപ് ഏതാണ്ട് 2 മാസം മുൻപ് ഈ കരിപ്പൂർ വിമാനത്താവളത്തിലെ റൺവേ നവീകരണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അറിയിക്കവേ എയർപോർട്ട് അതോറിറ്റി പറഞ്ഞിരുന്നത് ഇടത്തരം വിമാനങ്ങൾ സർവീസ് നടത്തിക്കൊണ്ട് റൺവേയുടെ കാർപ്പറ്റിംഗ് ജോലികൾ പൂർത്തിയാക്കുമെന്നാണ്. 22 മാസം നീണ്ടു നിൽക്കുന്ന ഈ നവീകരണ പ്രക്രിയയ്ക്ക് ബദലായി യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അത് മാത്രമേ മാർഗമുള്ളൂ, അതിനോട് വിമാന കമ്പനികൾ സഹകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നും എയർപോർട്ട് അതോറിറ്റി പറഞ്ഞിരുന്നു. എയർപോർട്ട് ഡയറക്ടറും അക്കാര്യം ആവർത്തിച്ചിരുന്നു. ഇപ്പോൾ ആ സഹകരണം വാഗ്ദാനം ചെയ്തുകൊണ്ട് വിമാന കമ്പനികൾ അയച്ച കത്തുകൾ പൂഴ്ത്തിവെച്ച വാർത്തയാണ് പുറത്തു വരുന്നത്. എന്തായിരിക്കും ഇതിന്റെ പിന്നിലെ ലക്ഷ്യം? കോഴിക്കോട് വിമാനത്താവളം അടച്ചുപൂട്ടുന്നതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് നമുക്ക് അനുദിനം വന്നുകൊണ്ടിരിക്കുന്നത്. 17/2/2015 ഈ നീക്കങ്ങൾ അറിയുന്നത്. അപ്പോൾ മലബാറിലെ പ്രമുഖ സംഘടന എല്ലാം കൂടി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് ഒരു കത്തയച്ചു. പ്രധാനമന്ത്രി 18-ാം തീയതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അന്നെല്ലാം പറഞ്ഞത് 25/2 എമിറേറ്റ്സിന് കത്ത് കൊടുത്ത് 6 മാസത്തേക്കാണ് നിരോധനമെന്ന്. 1/5/2015 മുതൽ 6 മാസത്തേക്ക് നിരോധനം പറഞ്ഞു. അതുപോലെ തന്നെ റീകാർപ്പറ്റിംഗ് 6 മാസത്തിൽ തീർക്കുമെന്നും പറഞ്ഞു. അത് കബളിപ്പിക്കലെന്ന കാര്യം വളരെ വ്യക്തമാണ്. റീകാർപ്പറ്റിംഗ് ലോകത്തെല്ലാ ഭാഗത്തും നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ 80 ദിവസം കൊണ്ടാണ് 3600 മീറ്റർ നീളമുള്ള റൺവേ റീകാർപ്പറ്റിംഗ് നടത്തിയത്. ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇത് ബോധപൂർവമായ സംഭവം. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുരുതരമായ പ്രശ്നം അവരിന് പറഞ്ഞ ന്യായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DGCയുടെ അനുമതി ലഭിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ 10 ഭൂമി പൂജ നടത്തി, വളരെ ആഘോഷമായിട്ട് ഭൂമി പൂജ നടത്തി. 1-ാം തീയതി വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ടെൻഡർ ഉറപ്പിച്ചു കഴിഞ്ഞു. അതിൻ്റെ വാരിക്കോടൻ കമ്പനി അവരെല്ലാം സർവേ നടത്തി അതിൻ്റെ എല്ലാ കഴിഞ്ഞു. 1-ാം തീയതി വർക്ക് തുടങ്ങുന്ന പറഞ്ഞത്. 1-ാം തീയതിയാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. 1-ാം തീയതി തുടങ്ങുന്നില്ല എന്നുള്ളത്. അത് ഹജ്ജ് ക്യാമ്പ് ഇവിടുന്ന് മാറ്റാൻ അട്ടിമറിക്കാനുള്ള ശ്രമത്തിൻ്റെ ഒരു ഭാഗമായി വളരെ വ്യക്തമാണ്. താങ്കളിലേക്ക് ശ്രീ MA ഷാനവാസ് MP, ഇവിടെ ഇക്കാര്യങ്ങൾ താങ്കൾ മടങ്ങിയെത്താൻ താങ്കളിലേക്ക്. PS ശ്രീധരൻപിള്ള, ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. കാരണം മലബാറിനെ സംബന്ധിച്ച്, മലബാറിന്റെ വികസനത്തെ സംബന്ധിച്ച് നിർണായകമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളം. ഇങ്ങനെ പോവുകയാണെങ്കിൽ മിക്കവാറും ഈ നവീകരണ പ്രക്രിയ പൂർത്തിയാകുന്ന മുറയ്ക്ക് തന്നെ ഇതിന്റെ അന്താരാഷ്ട്ര പദവി എടുത്തു കളയാനല്ലേ സാധ്യത? ശ്രീധരൻപിള്ള കേൾക്കാമെങ്കിൽ. ശ്രീധരൻപിള്ള, ഇപ്പോൾ ഗൗരവമുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഈ നവീകരണ പ്രക്രിയ പൂർത്തിയാകുന്ന മുറയ്ക്ക് മിക്കവാറും കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ അന്താരാഷ്ട്ര പദവി തന്നെ ഇല്ലാതാവുന്ന തരത്തിലേക്ക് സ്ഥിതിഗതികൾ മാറിമറിയുകയല്ലേ? ശ്രീധരൻപിള്ള കേൾക്കാമെങ്കിൽ. ശ്രീധരൻപിള്ള, മുൻപ് 2 മാസം മുൻപ് ഈ വിമാനത്താവള റൺവേ നവീകരണവുമായി ബന്ധപ്പെട്ട് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും വിമാനത്താവള ഡയറക്ടറും പറഞ്ഞുകൊണ്ടിരുന്നത്
അതായത് ഇടത്തരം വിമാനങ്ങൾ ഉപയോഗിച്ച് സർവീസ് നടത്തി ഇപ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുമെന്നാണ്. ഇപ്പോൾ ഇടത്തരം വിമാന സർവീസുകൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് വിമാന കമ്പനികൾ അയച്ച കത്തുകൾ പൂഴ്ത്തിയിരിക്കുന്നു എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് തന്നെ കരുതണം. ഇങ്ങനെ പോയാൽ വിമാനത്താവളത്തിന്റെ അന്താരാഷ്ട്ര പദവി തന്നെ ഇല്ലാതാവില്ലേ? തീർച്ചയായിട്ടും ഇത് ഇപ്പം ഈ വിമാനത്താവളത്തോട് ബന്ധപ്പെട്ട ഈ മേഖലയിൽപ്പെട്ട എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും, എല്ലാ പൊതുസംഘടനകളിൽപ്പെട്ടവരും, പൊതുസമൂഹം ഒന്നടങ്കം നമ്മൾ ശക്തമായ ഒരു സമരരംഗത്തിറങ്ങേണ്ട പ്രശ്നമാണ്. കാരണം ഇതിനെ ഒരു രാഷ്ട്രീയമായിട്ട് കാണുന്നതിൽ അർത്ഥമില്ല. എന്തായാലും അധികൃതര്, ബന്ധപ്പെട്ട ബ്യൂറോക്രാറ്റിക് സെറ്റപ്പ്, അല്ല അതിന്റെ പിന്നിലുള്ളവര്, അല്ലെങ്കിൽ കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ കൊച്ചിയില് ഇന്നത്തെ നെടുമ്പാശ്ശേരി ലോബി, ഇതെല്ലാം ചേർന്നുകൊണ്ട് ഈ വിമാനത്താവളത്തിന് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അതിനെതിരായിട്ടുള്ള ശ്രമങ്ങളിൽ തീർച്ചയായും കക്ഷിരാഷ്ട്രീയമല്ല പ്രശ്നം, അതിനപ്പുറത്ത് നമുക്ക് പോരാട്ടം നടത്തേണ്ടതുണ്ട്. അക്കാര്യത്തിൽ താങ്കൾ പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. റൈറ്റ്. ഇക്കാര്യങ്ങൾ വേണ്ട വിധത്തിൽ വ്യോമയാന മന്ത്രാലയത്തിന് ശ്രദ്ധയിൽ വന്നിട്ടുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, വ്യോമയാന മന്ത്രത്തിന്റെ ശ്രദ്ധയിൽ വന്നെന്നുള്ളതല്ല. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഇപ്പം റൺവേയുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞൊരു ഫയൽ വന്നാൽ ഏത് മന്ത്രിക്കാ അത് വേണ്ടെന്ന് പറയാൻ പറ്റുക? അപ്പൊ ആ നിലയ്ക്ക് പ്രൊപ്പോസൽസ് എല്ലാം കൊണ്ടുവന്ന് ഇത് വളരെ ആസൂത്രിതമായിട്ട് ഇതിന്റെ പ്രാധാന്യം കുറയ്ക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അപ്പൊ അതിനെതിരായിട്ട് ശബ്ദിക്കേണ്ടത് നമ്മുടെ ജനപ്രതിനിധികളും ഇവിടെ നിന്നുള്ള ആളുകളും എല്ലാം ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ക്ഷമിക്കണം. അക്കാര്യത്തിൽ BJPയുടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇക്കാര്യത്തിൽ മാത്രമല്ല മനുഷ്യാവകാശ കമ്മീഷൻ മുമ്പാകെ തന്നെ ചില കാര്യങ്ങൾ ഞാൻ അവർക്ക് പരാതിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിലൊക്കെ ഭാഗമാണിത്. അങ്ങനെ തോന്നുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് ഇതിൽ വേറെ ചില അടിയൊഴുക്കുകളുണ്ട്, ഞാനത് ചാനലിലൂടെ പറയുന്നില്ല. ആ അടിയൊഴുക്കുകൾ വളരെ ശക്തമായിട്ട് എറണാകുളത്ത് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. അതിൽ മലബാറിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ബന്ധപ്പെട്ടവർ പോലും അവരുടെ നിശ്ചിത താല്പര്യത്തിന് വേണ്ടി എറണാകുളത്തെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ള വസ്തുത ഞാൻ ഭംഗ്യന്തരനെ സൂചിപ്പിക്കുകയാണ്. റൈറ്റ്. PS ശ്രീധരൻപിള്ള ദയവായി തുടരുക. ശ്രീ ചാക്കുണ്ണി, ഇവിടെ ശ്രീധരൻപിള്ള ചൂണ്ടിക്കാട്ടുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള ചില ലോബികളാണ് ഈ നീക്കത്തിന് പിന്നിലെന്നാണ്. കാരണം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് യാത്രികരെ ആകർഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് പറയുന്നു. ഇതേ സമയം തന്നെ ഉടൻ തന്നെ മാസങ്ങൾക്കുള്ളിൽ കണ്ണൂർ വിമാനത്താവളം കമ്മീഷൻ ചെയ്യാൻ പോകുന്നു, അത് രാഷ്ട്രത്തിന് സമർപ്പിക്കാൻ പോകുന്നു. ഇങ്ങനെ കരിപ്പൂരിന് അപ്പുറവും ഇപ്പുറവുമായി രണ്ട് വിമാനത്താവളങ്ങൾ കൂടിയുള്ള പിടിവലിയിൽ ഇല്ലാതാവുമോ കരിപ്പൂർ വിമാനത്താവളം? ബഹുമാനപ്പെട്ട ശ്രീധരൻപിള്ള പറഞ്ഞുകൊണ്ട് ഞാൻ 100% യോജിക്കുക. ഞാനൊരു പടി കൂടി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ അന്താരാഷ്ട്ര പദവി നഷ്ടപ്പെടുമെന്നാണ് നമ്മളെല്ലാവരും ആശങ്കപ്പെടുത്തിയത്. ഈ വിമാനത്താവളം തന്നെ നഷ്ടപ്പെടുമെന്നുള്ള ആശങ്കയിലായിട്ടുള്ള അതിൻ്റെ മുന്നൊരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം തുടങ്ങാത്ത ഒരു വർക്കിൻ്റെ പേരിൽ നേരത്തെ തന്നെ വിമാനത്താവളം അടച്ചിടുക, വൈറ്റ് ബോർഡ് എയർക്രാഫ്റ്റുകൾ നിർത്തലാക്കുക. ഈ 1-ാം തീയതി മുതൽക്ക് എന്താണ് ഡൊമസ്റ്റിക് നിർത്തലാക്കി. എയർ ഇന്ത്യയുടെ 657, 688, കോഴിക്കോട്, കോയമ്പത്തൂർ, മുംബൈ, ഡൽഹി വിമാനം 1-ാം തീയതി മുതൽക്ക് നിർത്തലാക്കി. ഇവിടെ റീകാർപ്പറ്റ് തുടങ്ങുന്നില്ല. ഇതിന് പറഞ്ഞ മുടന്ത ന്യായമാണ് ഏറെ വിചിത്രം. അതായത് ഡയറക്ടർ ജനറൽ ഓഫ് DGCAയുടെ അനുമതി കിട്ടിയില്ല എന്നാണ് പറയുന്നത്. അതായത് PWയുടെ അനുമതി കിട്ടാതെ എങ്ങനെയാണ് റോഡ് ടാറിംഗ് കോൺട്രാക്ട് നടത്തുക? ഇവിടെ വളരെ വളരെ ബഹുമാനപ്പെട്ട ശ്രീധരൻപിള്ള പറഞ്ഞ വളരെ കാര്യമാണ്. ഞാൻ അടിവരയിടാൻ ആഗ്രഹിക്കുക. ഇത് നെടുമ്പാശ്ശേരി ലോബി മാത്രമല്ല, കണ്ണൂർ ലോബി ഉണ്ട്. കണ്ണൂർ വിമാനത്താവളം വരണം, അതിനെ സ്വാഗതം ചെയ്യുന്നു. കണ്ണൂർ വിമാനത്താവളം വന്നാലും കോഴിക്കോട്ട് വിമാനത്താവളം വേണമെങ്കിൽ ഒരു 3ാമതൊരു വിമാനത്താവളം മലബാറിനുണ്ട്. അത്രയധികം പൊട്ടൻഷ്യൽ ഇവിടെ ഉണ്ട്. 74% പ്രവാസികൾ മലബാറിൽ നിന്നാണ്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് പോകുന്നതിൽ 60% യാത്രക്കാരും മലബാറിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ വിമാന കമ്പനികൾ ഏറ്റവും പ്രിഫർ ചെയ്യുന്ന വിമാനത്താവളമാണ് കരിപ്പൂർ. അതിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയിട്ട് ഇവിടെ മറ്റ് പല വിമാന കമ്പനികളുടെ അനുമതിക്ക് ആവശ്യപ്പെട്ട് ശ്രീലങ്കൻ എയർലൈൻസ് ഉൾപ്പെടെയുള്ള കൊളംബോയിൽ പോയിട്ട് അവർ സംസാരിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അവർ വരെ ഇങ്ങോട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ ചെറിയ വിമാനം ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് അനുമതി കൊടുക്കാതെ എയർ ഇന്ത്യ എക്സ്പ്രസിന് നഷ്ടം നികത്താൻ വേണ്ടി ഒരു കറോപ്പശയാക്കിയിട്ടാണ് കരിപ്പൂരിനെ കരുതിയിരിക്കുന്നത്. കരിപ്പൂർ വിമാനത്താവളം ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ബഹുമാനപ്പെട്ട ഇതിന് മുഴുവൻ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ്. 27 കൊല്ലമായി കോഴിക്കോട് വിമാനത്താവളമുണ്ട്. 387 ഏക്കറിൽ 1 ഇഞ്ച് ഭൂമി പോലും കരിപ്പൂരിന് ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. വരാൻ പോകുന്ന കണ്ണൂർ വിമാനത്താവളത്തിന് വളരെ സ്വാഗതം ചെയ്യാണ്. അടിക്കടി മീറ്റിംഗ് വിളിക്കുന്നു. ഇപ്പോൾ 4ാം ഘട്ടം 3050 മീറ്റർ 3400 മീറ്റർ ആകാൻ വേണ്ട മീറ്റിംഗ് കൊണ്ട് നടത്തി കഴിഞ്ഞു. ഒരുപാട് ഓഫറുകൾ അവിടുത്തെ തദ്ദേശവാസികൾ കൊടുത്തു. അത്തരം ഓഫറുകൾ കോഴിക്കോട് കൊടുത്തെങ്കിൽ ഇവിടെയും ബുദ്ധിമുട്ടുണ്ടായില്ലായിരുന്നു. കൊച്ചി വിമാനത്താവളത്തിന് വന്നു. ഇത് നാഷണൽ എയർപോർട്ടിന് അതോട്ട് നേരെ കീഴിലുള്ളൊരു വിമാനത്താവളമായതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഈ വിമാനത്താവളം എങ്ങനെ ഈ രൂപത്തിലെത്തിയതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന് പറയേണ്ടിയിരിക്കുന്നു. കാര്യങ്ങൾ എല്ലാം വെച്ചിട്ട് ഇപ്പം നമ്മുടെ മുന്നിലുള്ള പ്രശ്നം
ഈ ഹജ്ജ് വിമാനം ഇവിടുന്ന് മാറ്റേണ്ട യാതൊരു കാര്യമില്ല. 15 വർഷമായിട്ട് ഹജ്ജ് ക്യാമ്പ് പ്രവർത്തിച്ചിരുന്ന സ്ഥിര ഹജ്ജ് ക്യാമ്പുള്ളപ്പോൾ നെടുമ്പാശ്ശേരിക്ക് അതിനെ മാറ്റാൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച 6 ഹബ്ബുകളിൽ കൊച്ചി പെട്ടിട്ടില്ല. കാരണം നെടുമ്പാശ്ശേരിക്കാണ് അർഹത. 4ാമത് യാത്രക്കാരുടെ എണ്ണത്തിൽ പെരുപ്പുള്ളതാണ്. അതിനെ മറികടന്നിട്ടാണ് ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ബാംഗ്ലൂർ അങ്ങനെ 6 സ്ഥലങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിലിടം നേടാൻ വേണ്ടിയിട്ട് നെടുമ്പാശ്ശേരിയിലെ യാത്രക്കാരെ പെരുപ്പിച്ച് കാണിക്കാൻ വേണ്ടി ഇവിടുത്തെ യാത്രക്കാരെ മുഴുവൻ അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢനീക്കം ഇതിൻ്റെ പിന്നിലുണ്ട്. ഇവിടെ കരിപ്പൂർ വിമാനത്താവളം ഇത് വളരെ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വളരെയധികം കാര്യം താല്പര്യം എടുത്തിട്ടുണ്ട്, വളരെയധികം നന്നായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നേരത്തെ ശ്രീധരൻപിള്ള പറഞ്ഞ മാതിരി ഇവർ കൊടുക്കുന്ന റിപ്പോർട്ട് സേഫ്റ്റിയുടെ കാര്യങ്ങളാണ് പറഞ്ഞത്. എമിറേറ്റ്സ് അവരുടെ ഏറ്റവും നല്ല വിദഗ്ധ സംഘത്തെ കൊണ്ട് പരിശോധിപ്പിച്ചിട്ടാണ് എയർബസ് 330-200 ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ തയ്യാറായത്. അതുപോലെ തന്നെ നമ്മുടെ എയർ ഇന്ത്യക്ക് ഈ ഹജ്ജ് ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ യാതൊരു തടസ്സമില്ല. കാരണം ഡ്രീം ലൈനർ 20 വിമാനങ്ങൾ നമ്മുടെ എയർ ഇന്ത്യയുടെ കയ്യിലുണ്ട്. പുത്തൻ വിമാനങ്ങൾ 21 നമ്മുടെ കയ്യിലുണ്ട്. അതിപ്പോൾ ഡൽഹി ജയ്പൂർ റൂട്ടിലുണ്ട്, ഡൽഹി സിംഗപ്പൂർ റൂട്ടിലുണ്ട്. ഏറ്റവും അനുയോജ്യ ഇടത്തരം വിമാനമാണ് ഡ്രീം ലൈനർ 787. 256 സീറ്റും 18 സ്ലീപ്പർ ക്ലാസ് സീറ്റും ഉള്ളതാണ് ഈ ഡ്രീം ലൈനർ നമ്മുടെ ഉള്ളത്. അതിലാണ് ഈ ഹജ്ജിന് പ്രത്യേകിച്ച് പ്രായമുള്ള ഹജ്ജായമാരെ കൊണ്ടുപോകാനൊക്കെ ഏറ്റവും സൗകര്യമായ വിമാനം കൊണ്ട് എന്തുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നില്ല കോഴിക്കോട് നിന്ന്? ഇപ്പോൾ അബ്ദുറഹ്മാൻ എണ്ടത്താണി MLA ഉണ്ട്. ശ്രീ അബ്ദുറഹ്മാൻ എണ്ടത്താണി, ഇത് കൃത്യമായും സംസ്ഥാന സർക്കാരിന്റെ കൂടി ഒരു ഉത്തരവാദിത്തമായി വരികയാണ്. കാരണം മലബാറിനെ സംബന്ധിച്ച മലബാറിന്റെ വികസനത്തിന്റെ കാര്യത്തിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന ഒന്നാണ് കരിപ്പൂർ വിമാനത്താവളം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റൺവേ നവീകരണത്തിന്റെ ഭാഗമായി ഇടത്തരം വിമാനങ്ങളെ ഓടിക്കാൻ കഴിയൂ, അവിടെ ഇറക്കാൻ കഴിയൂ എന്ന് മുൻപ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും എയർപോർട്ട് ഡയറക്ടറും പറഞ്ഞിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അതിന് സന്നദ്ധത അറിയിച്ചുകൊണ്ട് വിമാന കമ്പനികൾ നടത്തിയ കത്ത് പൂഴ്ത്തിവെച്ച് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ഒരു ഉത്തരവാദിത്തമില്ലേ? എനിക്ക് അദ്ദേഹം പറഞ്ഞതുപോലെ വിമാനങ്ങളുടെ ടെക്നിക്കലായ കാര്യങ്ങളൊന്നും പറയാൻ അറിയില്ല. പക്ഷേ കേരള നിയമസഭയുടെ പ്രവാസി ക്ഷേമ സമിതിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഏവിയേഷൻ മിനിസ്റ്റർ അടക്കമുള്ള ആളുകൾ കണ്ട് നേരിൽ സംസാരിക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു വിഷയം എന്ന് പറയുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിന്റെ റൺവേ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത് ഒരു അനിവാര്യതയാണ്. അതിൽ നിന്ന് ആർക്കും ഒരിക്കലും പുറകോട്ട് പോകാൻ കഴിയില്ല. നമ്മുടെ റൺവേ വിമാനം ലാൻഡ് ചെയ്യാൻ കഴിയുന്ന വിധം അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നിർമ്മിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം. അതിന് തകരാറുണ്ടാകാൻ പാടില്ല. കാരണം ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിദഗ്ധന്മാർ ഇപ്പോൾ തീർച്ചയായും ഇവിടെ ഇത് നടക്കേണ്ടതുണ്ട്, കാർപ്പറ്റ് നടക്കണമെന്ന് പറഞ്ഞാൽ നടക്കുക തന്നെ വേണം. പക്ഷെ ഇതുമായി അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ അത് ഉണ്ടാകരുത് എന്ന് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമുണ്ട്. കാരണം നിരന്തരമായി ഈ കാര്യങ്ങൾ പറയുന്നു. പിന്നെ ഈ കരിപ്പൂർ വിമാനത്താവളം ഉണ്ടാകുന്ന ഘട്ടത്തിലൊക്കെ സംസ്ഥാന സർക്കാരാണ് ഉത്തരവാദി. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ തന്നെയാണ് ഈ എയർപോർട്ട് യാഥാർത്ഥ്യമാക്കാൻ പ്രവർത്തിച്ചത്. അന്നും അധോലോകത്തിന് പറക്കാനുള്ള വിമാനത്താവളമാണ് ഇതെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇതിനെതിരായി പ്രചരണം നടത്തിയ ആളുകൾ ഇന്ന് മറുഭാഗത്ത് നിന്ന് എയർപോർട്ടിന് വേണ്ടി കരയുന്നുണ്ടെങ്കിൽ അതിന് രാഷ്ട്രീയമുണ്ടാകും. നിങ്ങൾക്കറിയാമെന്ന് PV അബ്ദുൽ വഹാബ് ചെയർമാനായുള്ള മഡാക്ക് എന്ന് പറയുന്ന കമ്മിറ്റിയാണ് അന്ന് വിദേശ രാജ്യങ്ങളിൽ എല്ലാവരും ഒന്നിച്ചു നിന്ന് പണം പിരിച്ച് എയർപോർട്ട്. പ്രസക്തമായ ചോദ്യം അതല്ല ഇവിടെ പ്രശ്നം. ഈ 1-ാം തീയതി നിർമ്മാണം ആരംഭിക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നവർ ഇപ്പോൾ നിർമ്മാണം നീട്ടിവെക്കുന്നു എന്ന് മാത്രമല്ല, ഇടത്തരം വിമാനങ്ങൾ ഇറക്കാം, അങ്ങനെ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകൂ എന്ന് പറഞ്ഞവർ വിമാന കമ്പനികൾ അതിന് സന്നദ്ധത പ്രകടിപ്പിക്കുമ്പോൾ ആ കത്തുകൾ പൂഴ്ത്തിവെച്ചുകൊണ്ട് ഇടത്തരം വിമാനങ്ങൾ പോലും ഇറക്കാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു. ഹജ്ജ് ക്യാമ്പ് നെടുമ്പാശ്ശേരിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു. ഇതാണ് പ്രസക്തമായ കാര്യം. ഇക്കാര്യം താങ്കളെപ്പോലുള്ള ജനപ്രതിനിധികൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് ഗൗരവതരമല്ല. അല്ല, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അസുഖകരമായ കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ വായിലേക്ക് ചോദ്യം തിരികെ കയറ്റരുത്. പറയുന്ന കാര്യങ്ങൾ നിങ്ങളും കേൾക്കാം. കാരണം ആ രീതിയിൽ തന്നെ പ്രവർത്തിച്ച് ഇവിടെ എയർപോർട്ട് യാഥാർത്ഥ്യമാക്കി എടുക്കുക എന്നുള്ള ഒരു ദൗത്യം അന്ന് നിർവഹിച്ചവരിൽ പലരുമാണ് ഇന്ന് സംസ്ഥാന സർക്കാരിലുള്ളത്. അവർക്ക് എയർപോർട്ട് ഉണ്ടാകണമെന്നുള്ള നിർബന്ധമുണ്ട്. അതേസമയത്ത് അദ്ദേഹം പറഞ്ഞതുപോലെ ഇവിടുത്തെ വിമാനത്താവളങ്ങളുടെ നിർണയിച്ച ഘട്ടത്തിൽ യോഗ്യതയുള്ള വിമാനത്താവളങ്ങളൊന്നും കേരളത്തിലില്ല എന്ന് പറഞ്ഞത് ഇവിടുത്തെ കേരള സർക്കാരല്ല, അത് കേന്ദ്ര ഗവൺമെന്റ് എടുത്ത തീരുമാനമാണ്. അന്ന് ഞങ്ങൾ പറഞ്ഞു മദ്രാസിനേക്കാളും മെച്ചപ്പെട്ട വരുമാനമുള്ള നിലവാരമുള്ള എയർപോർട്ടാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് പോലും നൽകാതെയാണ് ഇത് ചെയ്തത് എന്ന കാര്യമെന്ന് ഞങ്ങൾക്ക് ഉന്നയിച്ച കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ കേന്ദ്ര സർക്കാരാണ് പ്രതിക്കൂട്ടി നിൽക്കുന്നത്. എയർപോർട്ടിൽ പ്രവർത്തനം യഥാസമയം നടത്താതിരിക്കുകയും അതുവഴി വിമാന കമ്പനികൾ ഞങ്ങൾക്ക് സർവീസ് യഥാസമയം നടത്താൻ കഴിയില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം ഹജ്ജിനെ കുറിച്ച് പറഞ്ഞു. വിമാന സാങ്കേതികമായി എന്തെങ്കിലും തകരാറ് കൊണ്ട് ഹജ്ജിന്റെ സിസ്റ്റം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി ചെയ്യാനും ഒരു സംസ്ഥാന സർക്കാർ ബാധ്യസ്ഥമാണ്. അതുകൊണ്ടാണ് ഹജ്ജാജികളെ യഥാസമയമായി
ഹജ്ജിന് എത്തിക്കുക എന്നുള്ള ചുമതല നിർവഹിക്കുക എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചത്. അതല്ലാതെ ഇവിടെ ഇന്ന് എപ്പോഴെങ്കിലും പോകുന്ന വിമാനം ഇന്ന് സർവീസ് ക്യാൻസൽ ചെയ്താൽ ക്യാൻസലായി എന്ന് ഹജ്ജാജിയോട് പറയാൻ കഴിയില്ല. ഒരു ഹാജിയെ എത്തിക്കുക എന്നുള്ള ചുമതല വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ചുമതല ഏറ്റെടുക്കുക എന്ന ദൗത്യത്തോടു കൂടിയാണ് അത് നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ എയർപോർട്ടിന്റെ നടപടികൾ ത്വരിതഗതിയിലാകണം. ഇവിടെ നമ്മുടെ പക്ഷത്തുനിന്ന് വാഴ്ചയുണ്ട്. കാരണം എയർപോർട്ടിന് ആവശ്യമായ സ്ഥലമെടുത്തു കൊടുക്കണം. സ്ഥലമെടുത്തു കൊടുക്കുക എന്നത് സംസ്ഥാന സർക്കാരിന് ബാധ്യതയാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ ആ ബാധ്യത നിർവഹിക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങളും കാണണം. നാഷണൽ ഹൈവേക്ക് പോലും സ്ഥലമെടുത്തു കൊടുക്കാൻ കഴിയാത്ത അന്തരീക്ഷം നമുക്കുണ്ടായി. ഒരു നല്ല റോഡ് ഉണ്ടാക്കാൻ എയർപോർട്ടിന് സ്ഥലം ഉണ്ടാക്കിയെടുക്കുന്നിടത്തും ചില അതിവിദഗ്ധന്മാരായ ആളുകൾ വരുന്നുണ്ട്, വിപ്ലവകാരികൾ വരുന്നുണ്ട്. സ്ഥലം കൊടുക്കരുതെന്ന് പറയാൻ ഇതിന്റെ കാര്യമെന്ത്, ഇവിടെ വിമാനത്താവളമാണോ ആവശ്യം എന്ന് ചോദിക്കുന്നവരും ഈ നാട്ടിലുണ്ട്. അത്തരം ആളുകളും നാം ഒരു പക്ഷത്ത് നിൽക്കുകയാണ്. അത്തരം ആളുകളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് അത്തരം ആളുകളുടെ പിണിയാളുകളായി ഒരു ഭാഗത്ത് മാറിയിട്ട് മറുഭാഗത്ത് സംസ്ഥാന സർക്കാരാണ് ഉത്തരവാദി എന്ന് പറയുന്ന ഈ വാദമൊന്നും ശരിയല്ല. കാലിക്കറ്റ് എയർപോർട്ട് ശരിയാകണം. കോഴിക്കോട് വിമാനത്താവളത്തിന്റെ അഭിവൃദ്ധിയും എത്രയും പെട്ടെന്ന് ഉണ്ടായിട്ടില്ല എങ്കിൽ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് വലിയ മലബാറിന്റെ എന്ന് പറഞ്ഞാൽ കോഴിക്കോടിന്റെ സ്വപ്നങ്ങളാണ്. കണ്ണൂർ എയർപോർട്ട് കൂടി അന്താരാഷ്ട്ര നിലവാരമുള്ള വിമാനത്താവളമായി മാറുകയും നെടുമ്പാശ്ശേരി വന്നു കഴിയുകയും ചെയ്താൽ കരിപ്പൂർ വിമാനത്താവളത്തിന് ആവശ്യമായ സ്ഥലം എത്രയും പെട്ടെന്ന് കണ്ടെത്തി കരിപ്പൂർ വിമാനത്താവളം വികസിപ്പിക്കേണ്ട ബാധ്യത നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു. പി എസ് ശ്രീധരൻപിള്ളയിലേക്ക് ഒരു കൂടി. ശ്രീധരൻപിള്ള, ഇപ്പോൾ നടന്നു വന്ന കാര്യങ്ങൾ, ഇതുവരെയുള്ള കാര്യങ്ങൾ ഏറെക്കുറെ പരസ്യമായിരുന്നു. പക്ഷേ ഈ വിമാന കമ്പനികൾ ഇടത്തരം വിമാനങ്ങൾ സർവീസ് നടത്താനുള്ള സന്നദ്ധത അറിയിച്ചപ്പോൾ ആ കത്ത് പൂഴ്ത്തി വെച്ചതോടെ ജനപ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരും ഇനിയുള്ള കാര്യങ്ങൾ അറിയേണ്ടതില്ല എന്നൊരു നിലപാടിലായിരിക്കുമോ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ? അല്ല, അതിൽ എയർപോർട്ട് അതോറിറ്റിയുടെ പ്രശ്നമല്ല. ഇപ്പൊ ചക്കുണ്ണിയേട്ടൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, പിന്നെ എനിക്ക് പൊതുവെ ഹർട്ട് ചെയ്ത് ഞാൻ പറയുന്ന ഒരു പ്രകൃതി ഇല്ലാത്തത് ഞാൻ പറഞ്ഞില്ല. മുസ്ലിം ലീഗ് ശ്രദ്ധിക്കണം ഇക്കാര്യത്തിൽ വളരെ. കാരണം ഈ ഹജ്ജിന്റെ അങ്ങോട്ട് മാറ്റിയതോടുകൂടി അങ്ങോട്ട് സെൻട്രലിന് പ്രോത്സാഹനം നമ്മളവിടെ കൊടുക്കുന്നത് കൂടിയിട്ട് അടിത്തറ പോകുന്ന ഈ എയർപോർട്ടിൻ്റെതാണ്. അതാണ് ഉദ്ദേശിച്ചിരുന്നത്. അതിൽ അറിഞ്ഞു അറിയാതെ ലീഗിന്റെ പാണക്കാട് കുടുംബത്തെ ഒന്നും ഞാൻ കുറ്റപ്പെടുത്തില്ല, അവരൊന്നും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഹജ്ജ് അങ്ങോട്ട് മാറ്റുക വഴി ഉണ്ടായ കോട്ടം, അപ്പൊ അത് ചോദിക്കും സ്വാഭാവികമായിട്ടും. ഇപ്പൊ രണ്ടാത്താണ് പറഞ്ഞ ഇവിടുന്ന് പോകാൻ പറ്റുമോ, തടസ്സം ഉണ്ടാവുമോ, ആശങ്കയൊന്നും അല്ല. ഇവിടുന്ന് ഹജ്ജ് വിമാനങ്ങൾ ഇപ്പം പിന്നെ ഇന്നിപ്പം ഹർത്താൽ വന്നിട്ട് പോലും ചെയ്യുന്നില്ല. അതൊക്കെ ഓൾട്ടറേറ്റ് ചെയ്യും. അപ്പൊ അതിനൊക്കെ ശ്രമിക്കേണ്ടതാണ്. ഇതിൽ വളരെ ദുരൂഹമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്വാധീനമുള്ള ആൾക്കാർക്ക് എങ്ങനെ ആളുകളെ സ്വാധീനിക്കാൻ സാധിക്കുമെന്ന് അറിയുന്ന ആളുകളാണ് ഈ ഇപ്പം നമ്മുടെ ഈ വിമാനത്താവളത്തിന്റെ രണ്ട് വശങ്ങളിലായിട്ടുള്ളത്. അത് കണ്ണൂരായാലും മറ്റേ. അപ്പൊ അവരത് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ ശുഷ്കാന്തി കാണിക്കണം. കാരണം മലബാറിനെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ കോഴിക്കോട് എയർപോർട്ടിനെ മറന്നുകൊണ്ട് മുസ്ലിം ലീഗിനെ പോലും കാഴ്ചയ്ക്ക് പോകാൻ സാധിക്കില്ല. അപ്പൊ ഞാൻ അദ്ദേഹം തിരിച്ച് എന്നെ പറ്റി പറയുന്നത്, ഞാനിതിലെ ഈ പ്രദേശത്ത് 40-40 കൊല്ലമായി ജീവിക്കുന്ന ആളെന്നുള്ള വികാരം കൊണ്ട് ഇത് പറയുന്നതാണ്, അല്ലാണ്ട് രാഷ്ട്രീയമല്ല. ഇതിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ആ മന്ത്രിമാരെയൊക്കെ പോയി കാണാനുള്ള കാര്യത്തിൽ അങ്ങനെ വേണമെങ്കിൽ ഞങ്ങളൊക്കെ അതിന് തയ്യാറാണ് 100%. ഞങ്ങൾക്ക് MLA-മാരും മന്ത്രിമാരും MP-മാരും ഒന്നുമില്ല, പ്രോട്ടോകോൾ അനുസരിച്ച് ആരുമില്ല. എങ്കിലും ഇതിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തയ്യാറാണ്. ഇതൊരു വലിയ ഹജ്ജ് സെന്റർ അങ്ങോട്ട് മാറ്റിയത് തന്നെ അവിടെ ഒരെണ്ണം വന്നത് നേട്ടകരമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നേട്ടമല്ല, യഥാർത്ഥത്തിൽ നമുക്ക് കോട്ടമാണെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ടും എന്റെ പരിമിതി കൊണ്ട് ആത്മാർത്ഥതയോട് പറയാണ്. അല്ലാതെ ഞാൻ ആരെയും കുറ്റപ്പെടുത്താനില്ല, കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. കാരണം അങ്ങനെയാണ് നമ്മുടെ വ്യവസ്ഥ. ഏത് ബ്യൂറോക്രാറ്റിക് സെറ്റപ്പിനെയും സ്വാധീനിക്കാൻ സമ്പന്നന്മാർക്ക് നിക്ഷിപ്ത താൽപ്പര്യർക്ക് സാധിക്കുന്നു. ആ സാധിക്കൽ ഇതിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഏതായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് തീരുമാനിച്ചിരിക്കുന്നു. മനുഷ്യാവകാശ കമ്മീഷന്റെ ബന്ധപ്പെട്ട ഏറ്റവും ഉന്നത തലത്തിലുള്ള ആളിനോട് ഞാൻ ഈ കാര്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പക്ഷെങ്കിലും ഒരു പരാതി ചാക്കുണ്ണിയേട്ടനോ ആരെങ്കിലും കൊടുക്കാനുള്ള സംവിധാനം ഞാൻ ഉണ്ടാക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓർഡർ വരാം. അപ്പൊ ഗവൺമെന്റ് മാത്രമൊന്നുമല്ല, സഞ്ചാര സ്വാതന്ത്ര്യം ഒന്നും അങ്ങനെ യഥേഷ്ടമൊന്നും അങ്ങനെ ദീർഘിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കില്ല, നീട്ടിവെക്കാൻ സാധിക്കില്ല. അങ്ങനെ വന്ന മനുഷ്യാവകാശ ലംഘനമാണത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരു വിമാനം ഡൽഹിക്കുള്ള നിർത്തിയിരിക്കുന്നു. ഇങ്ങനെ ഓരോന്ന് നിർത്തുമ്പം ഇതിന്റെ പേര് വെച്ചുകൊണ്ട് വേണ്ടെന്നല്ല, റിപ്പയറിംഗ് വർക്കായാലും റൺവേ വർക്കായാലും അതിനു വേണ്ടിയിട്ട് എയർപോർട്ട് അടച്ചിരുന്ന ഒരു സംവിധാനം ഒന്നും ഇന്ത്യയിൽ എവിടെയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇതൊരു ദൗർഭാഗ്യകരമായ സ്ഥിതിവിശേഷമാണ്. രണ്ടാത്താനെയൊക്കെ അതിനെ ചിന്തിക്കട്ടെ. രാഷ്ട്രീയം മാറ്റിവെക്കാം, മറ്റുള്ള താല്പര്യങ്ങൾ നമുക്ക് മാറ്റിവെക്കാം. നമുക്ക് ഇത് ആവശ്യമാണെന്നുള്ള തോന്നലുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ സഹകരിക്കാൻ തയ്യാറാണ്. റൈറ്റ്. ശ്രീധരൻപിള്ള, ശ്രീ ചാക്കുണ്ണി, ഇവിടെ ശ്രീധരൻപിള്ള സൂചിപ്പിച്ചതുപോലെ ഈ ഇടത്തരം വിമാനങ്ങൾ കൂടി ഇല്ലാതാവുകയും റൺവേയുടെ റീകാർപ്പറ്റിംഗ് ജോലികൾ തുടങ്ങുകയും ചെയ്യുകയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ കുറേ അധികം സർവീസുകൾ ഇല്ലാതാകും. ഒരുപക്ഷെ കേരളത്തിലെ പ്രവാസികളിൽ ഏതാണ്ട് 70% മലബാർ മേഖലയിലേക്കുള്ള പ്രവാസികളുടെ വരവ് പൂർണ്ണമായും കൊച്ചി വിമാനത്താവളത്തിലേക്കോ അല്ലെങ്കിൽ മംഗലാപുരത്തെ വിമാനത്താവളത്തിലേക്ക് മാറുകയും ചെയ്യും. എത്രമാത്രം എയർ ട്രാഫിക്കിനെ ബാധിക്കും ഇത് കരിപ്പൂർ വിമാനത്താവളത്തെ സംബന്ധിച്ച്? വളരെ ഇവിടെ യാത്രക്കാരുടെ കാര്യം മാത്രമേ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൂ.
ഈ ഓണക്കാലത്ത് വാഴയില, നേന്ത്രപ്പഴം എല്ലാം പോയിരുന്നത് മലബാർ ഭാഗത്ത് ഇവിടുത്തെ കർഷകരെ ബാധിച്ചിട്ടുണ്ട്, ഇവിടുത്തെ ചികിത്സാ രീതികളെ ബാധിച്ചിട്ടുണ്ട്, ഇവിടുത്തെ എല്ലാ മേഖലയും ടൂറിസ്റ്റെ ബാധിച്ചിട്ടുണ്ട്. യാത്രക്കാരൻ മാത്രം പ്രശ്നമല്ല. ഇവിടെ ഞാനൊരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ ഇൻ്റർനാഷണൽ പദവി ഇപ്പോൾ നിലവിലില്ല. ഇവിടെ ഡി കോഡ് വിമാനത്താവളമാണ് കരിപ്പൂർ. ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം, അതിലൊരു വിദഗ്ധനൊന്നുമില്ല. ഈ കോഡ് വിമാനങ്ങൾ, അതായത് വൈഡ് ബോഡി എയർക്രാഫ്റ്റ് വിമാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാനുള്ള അനുമതി, സ്പെഷ്യൽ അനുമതി കൊടുത്താൽ അതെപ്പോൾ വേണം ഇവർക്ക് പിൻവലിക്കാം. ഇവിടുത്തെ പൊട്ടൻഷ്യൽ കണ്ടിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള പ്രശ്നം ഇതെല്ലാം വളരെ കാര്യങ്ങളാണ്. ബഹുമാനപ്പെട്ട കണ്ടെത്താൻ എല്ലാവരും പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുകയാണ്. നമ്മളിപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലെളുപ്പമാകുന്ന ഒക്കെ ഉണ്ട്, വികസനമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പം നിലവിലുള്ള സർവീസുകൾ പോകാതിരിക്കുക. റീകാർപ്പറേറ്റിംഗ് ലോകത്ത് എല്ലാ സ്ഥലത്തും നടക്കുന്നില്ല, എവിടെയും എയർപോർട്ട് അടച്ചിട്ടില്ല. 2 മണിക്കൂർ നിയന്ത്രണം മാത്രമേ ഏർപ്പെട്ടുള്ളൂ. ഏറ്റവും ഒരു ഉദാഹരണം ഞാൻ പറയാം. ബാംഗ്ലൂർ ഇപ്പോൾ 2 മാസം മുമ്പ് 80 ദിവസം കൊണ്ടാണ് 3600 മീറ്റർ റൺവേ റീകാർപ്പറേറ്റിംഗ് നടത്തിയത്. അത് LNT പോലെയുള്ള വലിയൊരു കമ്പനിയാണ് അത് ഏറ്റെടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട് ഇപ്പോൾ കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ കാര്യം LNT 50% പണിയാണ്, ബാക്കി 50% അവർ 5 മാസം കൊണ്ട് തീർത്തിട്ട് പരീക്ഷണം വിമാനം നടത്തുന്നതാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത്. ആ താല്പര്യം എന്തുകൊണ്ട് ഇവിടെ കാണിക്കുന്നില്ല? കടലിലൊന്നുമല്ലോ അവിടെയും ഭൂമി ഏറ്റെടുത്തെടുക്കുന്നത്. നെടുമ്പാശ്ശേരി ആയാലും കണ്ണൂരായാലും നല്ല ജനസാന്ദ്രത സ്ഥലത്ത് തന്നെ അവിടെ ഏറ്റെടുത്തിരിക്കുന്നത്. അവിടുത്തെ എതിർപ്പ് പരിഹരിച്ചു കഴിഞ്ഞു. അവർ 3050 3400 4 സ്റ്റേഷനെ പരിഹരിച്ചു കഴിഞ്ഞു. ഇവിടെ കല്ലോട്ട് വീഴ കുറേ ഭാഗത്തുള്ളത്. അവിടുത്തെ ജനങ്ങളെ ഞാൻ ബഹുമാനം ആദരിക്കണം. അവർ തന്നെയാണ് ഇവിടെ 357 ഏക്കർ ഈ കരിപ്പൂർ വിമാനത്താവളത്തിന് വേണ്ടിയിട്ട് ആ മലപ്പുറത്ത് ആ തദ്ദേശവാസികളെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇവിടുത്തെ സംസ്ഥാന സർക്കാരത്തിന് ഈ വിമാനത്താവളത്തോട് താല്പര്യമില്ല എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. ബഹുമാനപ്പെട്ട രണ്ടത്താണിയൊക്കെ വളരെയധികം കാര്യങ്ങൾ ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ഞാൻ എയർപോർട്ട് ഡയറക്ടർ ഉൾപ്പെടെയായിട്ട് ബഹുമാനപ്പെട്ട തങ്ങളെ പോയി കണ്ടു. തങ്ങൾ വളരെ പോസിറ്റീവായിട്ട് എനിക്ക് കാര്യത്തിൽ താല്പര്യം എടുത്തു. വളരെ വൈകിപ്പോയി, അതാണ് ഇവിടെ പറ്റിയ കാര്യങ്ങൾ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഞാൻ വരാൻ പോകുന്നകൾ ഞാൻ പറയാം, തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. ബഹുമാനപ്പെട്ട സഹമന്ത്രി നമ്മുടെ MK രാഘവൻ MP ലോകസഭയിൽ പറഞ്ഞു, ഇനി റീകാർപ്പറ്റിംഗ് കഴിഞ്ഞാലും വൈഡ് ബോർഡ് എയർക്രാഫ്റ്റ് വിമാനങ്ങൾക്ക് ഞങ്ങൾ അനുമതി നൽകില്ല. അങ്ങനെ വേണമെങ്കിൽ 248.3 ഏക്കർ ഭൂമി കരിപ്പൂരിൽ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് കൊടുത്ത് റൺവേയുടെ നീളം 13,000 അടിയായിട്ട് ഉയർത്തിയെങ്കിൽ മാത്രമേ അതിനെപ്പറ്റി പരിഗണിക്കുന്നുള്ളതെന്ന് പറഞ്ഞിരിക്കുന്നത്. അതൊന്നും നമ്മുടെ ആയുസ്സകാലത്തായി നടക്കുന്നുള്ള വിശ്വാസം എനിക്കില്ല. രണ്ടാമത് പുതിയൊരു കുരുക്ക് വന്നിരിക്കുന്നത് മംഗലാപുരത്ത് ദുരന്തം ഉണ്ടായപ്പോൾ കഴിഞ്ഞപ്പോൾ സിവിൽ ഏവിയേഷൻ്റെ സെക്യൂരിറ്റി വിഭാഗം, ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി വിഭാഗം പറഞ്ഞിട്ടുണ്ട്, അതായത് ടേബിൾ ടോപ്പ് വിമാനത്താവളങ്ങൾക്ക് 13,000 അടി റൺവേ നീളം അല്ലെങ്കിൽ ഇനി അനുമതി നൽകില്ല എന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള പ്രതീക്ഷ നമുക്കില്ല. നമുക്ക് ഉള്ളത് ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതോടൊപ്പം കണ്ണൂർ വിമാനത്താവളം വരേണ്ടത്, അതിന് നമ്മൾ സ്വാഗതം ചെയ്യണം. വേണ്ട ഒരു വിമാനത്താവളം വരണം, എന്നാലും പൊട്ടൻഷ്യൽ ഉണ്ട് ഇവിടെ. അതായത് 40 വിമാന കമ്പനികൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും സർവീസ് നടത്തുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് 32 വിമാന കമ്പനി നടത്തുന്നുണ്ട്. ഇവിടെ കേവലം 13 വിമാന കമ്പനി നടത്തിയിട്ടാണ് 147 കോടി ലാഭം ഉണ്ടാക്കിയിരിക്കുന്നത്. കയറ്റുമതിയുടെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും മുന്നിലാണ്. ഇന്ന് 0 ആണ് ഇവിടെ കാർഗോ കയറ്റുമതി KCA നടത്തുന്നത്. ആ റിപ്പോർട്ടെന്ന് ചോദിച്ചാൽ 0 ആണ് കയറ്റുമതി. ഇത് കർഷകരെ ബാധിച്ചു, ഇവിടെ ചികിത്സയ്ക്ക് വരുന്നവരെ ബാധിച്ചു, ടൂറിസ്റ്റെ ബാധിച്ചു. നമ്മുടെ അശ്രദ്ധ കരിപ്പൂർ വിമാനത്താവളത്തെ ഇല്ലാതാക്കുമോ എന്നാണ് ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി. കരിപ്പൂർ വിമാനത്താവളത്തെ സംബന്ധിച്ച് നിക്ഷിപ്ത താല്പര്യക്കാരുടെ ചില താല്പര്യങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ച അവിടെ നിൽക്കട്ടെ. പക്ഷേ നമ്മുടെ അശ്രദ്ധ ഒരു പക്ഷേ വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങളായിരിക്കും സൃഷ്ടിക്കുക. കാരണം ഇവിടെ മുമ്പ് ചാക്കുണ്ടി ചൂണ്ടിക്കാട്ടിയതുപോലെ റൺവേ റീകാർപ്പറ്റിങ്ങിന്റെ പേരിൽ ഒരു വിമാനത്താവളം അടച്ചിടുക എന്നുള്ളത് വളരെ അപൂർവമായ സംഭവവികാസമാണ്. ഇന്ത്യയിൽ പോലും പല വിമാനത്താവളങ്ങളിലും റീകാർപ്പറ്റിംഗ് തുടരുന്നുണ്ട്. ഇത് അടച്ചിടുന്നു എന്ന വാർത്ത വരുമ്പോൾ തന്നെ നമ്മൾ കുറെ കൂടി ജാഗരൂകരാവേണ്ടതല്ലേ? ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ ഇടത്തരം വിമാനങ്ങളിൽ പോലും ഇറങ്ങില്ല എന്നുള്ളതും റീകാർപ്പറ്റിംഗ് ജോലികൾ വൈകുന്നു എന്നുള്ളതും കുറെ കൂടി ജനപ്രതിനിധികൾ എന്ന നിലയിൽ, സാമൂഹ്യ പ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങളെല്ലാവരും കുറെ കൂടി ഉണർന്ന് പ്രവർത്തിക്കേണ്ട അവസാന സമയമല്ലേ ഇത്? എല്ലാം ജാഗരൂകരാകേണ്ടതാണ്. ഞങ്ങൾ പല തവണക്കാരും സൂചിപ്പിച്ചതാണ്. പക്ഷേ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഒന്ന് കണ്ണൂർ വിമാനത്താവളത്തിന് സ്ഥലം ഏറ്റെടുത്തു, അവിടെ ആ 100 കണക്കിന് ഏക്കർ കൊടുത്തു എന്നൊക്കെ ഒറ്റയടിക്കെന്ന് പറയരുത്. കണ്ണൂർ എയർപോർട്ട് നിൽക്കുന്ന സ്ഥലത്ത് ഇതുപോലെ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശമല്ല. അതുപോലെ തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളം തുടങ്ങുന്ന സമയത്ത് വയലിലാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം തുടങ്ങുന്നത്. ജനസാന്ദ്രത വളരെ കുറഞ്ഞ പ്രദേശമാണെന്ന്. എന്നാൽ കോഴിക്കോട് വിമാനത്താവളം ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശത്താണ് നിൽക്കുന്നത്. അവിടെ സ്ഥലമെടുക്കുക എന്നതിന്റെ നടപടിക്രമങ്ങൾ വളരെ വലുതാണ്. ജനങ്ങളുടെ പക്ഷത്തിൽ നിന്നുകൊണ്ട് അവരെ സഹകരിപ്പിച്ചുകൊണ്ട് എടുക്കുക എന്നുള്ള ഡ്യൂട്ടിയാണ് എല്ലാവരും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ കിട്ടി, ഇവിടെ കൊടുത്തു, ഇവിടെ എന്താ കഴിയാത്തത് എന്നുള്ള രീതിയിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള രീതിയിലല്ല ഇത് കാണേണ്ടത്. എല്ലാവർക്കും കേരളത്തിന്റെ സാമൂഹ്യ സാഹചര്യങ്ങൾ അറിയാം.
ആ സാമൂഹ്യ സാഹചര്യങ്ങളെ നന്നായി പഠിക്കാൻ നമുക്കറിയാം. ഒരു തുണ്ട് ഭൂമി എവിടെയെങ്കിലും പൊതുകാര്യങ്ങൾക്ക് എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ കൊടികുത്താൻ 100 പാർട്ടികളും 100 സാമൂഹ്യ സംഘടനകളും രംഗത്തുണ്ട് എന്ന കാര്യം നമുക്കറിയാം. എല്ലാവർക്കും രാഷ്ട്രീയമാണ്. ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയല്ല ആവശ്യം. അതിനപ്പുറം കോഴിക്കോടിന്റെ വിഷയങ്ങൾ പൊതുവിഷയമായി എടുത്ത് പരിഹരിക്കാൻ കഴിയണം. ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ സ്വയം ചെയ്യാതെ എയർ ട്രാൻസ്പോർട്ട് അതോറിറ്റിയെ നിയന്ത്രിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് എന്ന് തോന്നുന്ന രീതിയിലേക്ക് ചർച്ചകൾ കൊണ്ടുപോയി അത് സംസ്ഥാന സർക്കാരിന്റെ പെരടിയിൽ വെച്ച് കിട്ടുന്ന സമീപനം മാധ്യമങ്ങൾ പോലും ചെയ്യുന്നത് തെറ്റാണ് എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എടുക്കേണ്ട ബാധ്യത എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് എടുക്കേണ്ട ജോലിയാണ്. കേന്ദ്ര സർക്കാർ എടുക്കേണ്ട ജോലി കേന്ദ്ര സർക്കാർ ചെയ്യണം. കേന്ദ്ര സർക്കാർ ആ ചുമതല നിർവഹിക്കുന്നില്ല. കേന്ദ്ര സർക്കാർ കേരളത്തിലെ ജനങ്ങളോട് അനീതി കാണിക്കുന്നു. കേരളത്തിലെ ജനങ്ങളോടുള്ള കടമ നിർവഹിക്കുന്നില്ല. പ്രവാസികളുടെ കയ്യടി വാങ്ങാൻ ദുബായിലും UAE പോയി പ്രസംഗിച്ചാൽ മാത്രം പോരാ. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോഴിക്കോട് പോലെയുള്ള വിമാനത്താവളവും അടിയന്തരമായി പൂർത്തീകരിക്കേണ്ട ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിലുള്ള ഒരു ചർച്ച രൂപപ്പെടുത്തിയെടുക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കേണ്ടിയിരിക്കുന്നത്. അതിന് പകരം സംസ്ഥാന സർക്കാരാണ് ഉത്തരവാദി, സംസ്ഥാന സർക്കാർ ഉയർന്നു പ്രവർത്തിക്കുന്നില്ല എന്നുള്ള രീതിയിൽ MLA-മാരാണ് എയർപോർട്ടിനെ നന്നാക്കേണ്ടത് എന്നുള്ള രീതിയിലേക്ക് ചർച്ച കൊണ്ടുപോകുന്ന ശൈലി തന്നെ ശരിയല്ല. ആ രീതിയിലല്ല ആരും പ്രതികരിക്കേണ്ടത്. ഇത്രയും കാലം കോഴിക്കോട് എയർപോർട്ടിന് വേണ്ടി പ്രവർത്തിച്ചവരാണെങ്കിൽ ഞങ്ങളൊക്കെ ആത്മാർത്ഥതയോടുകൂടി പറയുന്നു, ഒന്നിച്ചു നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാർ കോഴിക്കോട് വിമാനത്താവളത്തെ ഈ രീതിയിൽ ഞെക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന ഈ നിലപാടിനെതിരെ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ എല്ലാവരും തയ്യാറാകുന്ന ഒരു അന്തരീക്ഷം രൂപപ്പെട്ടു വരണം. അതിനാണ് ശ്രമിക്കേണ്ടത്. അത്തരത്തിലുള്ള ശ്രമങ്ങളാണ് ഉണ്ടാകേണ്ടത്. കോഴിക്കോട് ഈ കുറഞ്ഞ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നത് നിങ്ങൾ പറഞ്ഞല്ലോ, കോഴിക്കോട് വിമാനത്താവളത്തിൽ ഒട്ടും സൗകര്യം ഉണ്ടായിരുന്നില്ല. ഈ ഒട്ടും സൗകര്യമില്ല എന്ന് പറയുന്ന കാലഘട്ടത്തിൽ കോഴിക്കോട് വിമാനത്താവളത്തിൽ അന്താരാഷ്ട്ര സർവീസുകൾ നടത്തിയിരുന്നു. യാത്രക്കാരെ നന്നായി കൈകാര്യം ചെയ്തിരുന്നു. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും നല്ല വരുമാനമുള്ള വിമാനത്താവളങ്ങളിൽ ഒന്നായി കോഴിക്കോട് നിലനിർത്താൻ നമുക്ക് സാധിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു എയർപോർട്ട് ഈ സർക്കാർ മാറിയതിനു ശേഷമാണ് ഞെക്കിക്കൊല്ലുക എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകരുത്. അതിനനുസരിച്ച് ഉയർന്ന് പ്രവർത്തിക്കാൻ എല്ലാവർക്കും തയ്യാറാണ്. വളരെയധികം നന്ദി ശ്രീ അബ്ദുറഹ്മാൻ എണ്ടത്താണി. സി ചാക്കുണ്ണി, PS ശ്രീധരൻപിള്ള ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചില്ല. മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം. നമസ്കാരം.